വെൽക്കം ബാക്ക് ടു അജുവ ലൈഫ് സ്റ്റൈൽ. ഹായ് വിവേഴ്സ്, എല്ലാവർക്കും അജുവാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ വെറൈറ്റി ആയിട്ടാണ്, അതായത് ഊഞ്ഞാൽ ചിക്കൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ. മസാല പിടിക്കാനായി ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മുറിവിട്ട് കൊടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനിൽ പ്രസ് ചെയ്ത് ഓളിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്തുന്നതാണ്. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മുറിവിട്ട് കൊടുത്തു. എന്നിട്ട് ചിക്കന് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ഒന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഒരു ടൊമാറ്റോ, 2 പച്ചമുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/2 കപ്പ് തൈരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ഈ മസാലക്കൂട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഉൾവശത്തേക്കും തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ഇട്ട് നന്നായി പുരട്ടി കൊടുക്കാം. നന്നായി പുരട്ടി ചിക്കൻ്റെ ഉൾവശത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. ഇത് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
മുമ്പ് ഓരോ ചിരട്ടകളായി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏകദേശം ഇങ്ങനെ 1 മണിക്കൂർ വേവിച്ചെടുക്കണം. ഇതൊക്കെ സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്താൽ മതി. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കാൻ പാടില്ല. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ചിക്കൻ വേകാനുള്ള സമയമൊക്കെ ആയി. നമ്മൾ ചിക്കൻ ഒന്ന് നോക്കാം നമുക്ക്. തീയൊക്കെ കെട്ടിട്ടുണ്ട്. ചിക്കനിലൊക്കെ നന്നായി കരി പിടിച്ചിട്ടുണ്ട്. കെട്ട് കമ്പി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഊഞ്ഞാല തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് ഇത് മാറ്റാം. നല്ല ചൂടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ ആ മസാലൻ്റെയും ചിക്കൻ്റെ ഒക്കെ മണം വന്നു കഴിഞ്ഞു. ഭയങ്കര ചൂടാണ്, തൊടാൻ പറ്റുന്നില്ല. നോക്കാം നമുക്ക് നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയിലാണ് ചിക്കൻ ഇരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.